നമസ്കാരം, ഞാൻ റോഷൻ ആൻഡ്രൂസ്. സെൻറ്റ് അലോഷ്യസ് ബോർഡിംഗ് സ്കൂൾ എലത്തുരുത്ത്, തൃശ്ശൂർ ജില്ലയിലാണ്. ആ കാണുന്നതാണ് എൻ്റെ ഒരു 5 വർഷത്തോളം ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റായിരുന്നു അലോഷ്യസിലെ. ഒരു വർഷത്തിൽ 110-120 പേരൊക്കെ ഉണ്ടാവും ബോർഡിങ്ങിൽ. ഞങ്ങളുടെ ഡോമെട്രികൾ, ഞങ്ങളുടെ ഓരോ ദിവസങ്ങൾ, ഞങ്ങൾ രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് രാത്രി 10:30 വരെ നീളുന്ന ഞങ്ങളുടെ നിഷ്കർഷ സമയങ്ങളിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ, കളികളും പിന്നെ ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ആയിട്ടുള്ള പിന്നെ പഠനങ്ങളും. അന്നത്തെ എൻ്റെ ഏറ്റവും അടുത്ത കുറേയധികം സുഹൃത്തുക്കൾ ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്, ലോകത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ അവരുണ്ട്. അതിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ബിജു എം യു, ചാലക്കുടിക്കാരൻ. ബിജു, പുള്ളിയും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? പറ. നല്ല വിശേഷങ്ങൾ, കണ്ടതിൽ വളരെ സന്തോഷം. പഴയ ആൾക്കാരെ കാണാറുണ്ട്? എപ്പോഴും കാണാറുണ്ട്. പിന്നെ ആൾ അന്ന് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കക്ഷിയായിരുന്നു. കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എല്ലാ വികൃതി തരത്തിലും എൻ്റെ ഒരു കൂടെ ഒരാൾ വേണമല്ലോ. എൻ്റെ കൂട്ടുകാരനായിരുന്നു. ഇവിടുത്തെ കാണിച്ച അടി കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അടി കിട്ടുള്ളൂ. ഇവനെ പിടിക്കപ്പെട്ട എൻ്റെ പേര് പറയാറില്ല, ഞാൻ പിടിച്ച ഇവൻ്റെ പേരും പറയാറില്ല, എല്ലാ സംഭവങ്ങളും അല്ലേ. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇത് ഇവിടേക്ക് വരുമ്പോൾ, ഇവിടേക്ക് ഇരുന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ, ഞങ്ങൾ കളിച്ച മണ്ണാണ് ഇവിടെ. അതെല്ലാം കാണുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വന്നൊരവസ്ഥയാണ് ഇവിടെ ബോർഡിംഗ് സ്കൂളിലേക്ക് വരുന്നത്. വീട് കഴിഞ്ഞാൽ പിന്നെയുള്ള എൻ്റെ അച്ഛനമ്മമാരെന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. ആന്റണി കുറ്റിക്കാട് അച്ഛനും ജോസഫ് ആന്റണി ആലപ്പാട്ട് അച്ഛനും. അന്ന് തന്നെ ആൾ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. രഞ്ജിത്തും റോഷനും ചേട്ടനും അനുജനുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രഞ്ജിത്ത് സ്വല്പം സൈലൻ്റാണ്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിൻ്റെ ഫീൽഡ് ഒരു ബിസിനസ്സിലേക്ക് കടന്നു. റോഷൻ്റെ ഫീൽഡ് അന്നും വ്യക്തമായിരുന്നു. ഇതുപോലെ പബ്ലിക്കിനെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു ഫീൽഡിലേക്ക് റോഷൻ കടന്നു വരും എന്നുള്ള പ്രത്യാശയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ അച്ഛനമ്മമാർ തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ആദ്യം ഭയങ്കര വിഷമമായിരുന്നു, കാരണം അമ്മനെയൊക്കെ വിട്ടു മാറി നിൽക്കാൻ. പക്ഷേ അവസാനം ആവുമ്പോഴൊക്കെ ഈ അച്ഛന്മാരുടെയൊക്കെ സ്നേഹം കിട്ടുമ്പോഴൊക്കെ, ആ സ്നേഹം കൊണ്ട് വളർന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സ്നേഹിക്കാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാനും ഒരു വേറിട്ട ചിന്താഗതികളും വേറിട്ട രീതിയിലുള്ള നമ്മുടെ വിഷൻസിനൊക്കെ മാറ്റാൻ സാധിച്ചതൊക്കെ ഈ ഗുരുക്കന്മാരുടെ കൂടെയുള്ള താമസം കൊണ്ടാണ്. ഇത് റോബിൻ മാസ്റ്റർ. ഇവിടെ വരുന്നത് മനോജ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു BSA സൈക്കിളിലാണ്, അന്നൊരു സൈക്കിളാണ് അന്ന് ചവിട്ടി വന്ന് സാറിൻ്റെ അടുത്തോടെ വന്നു. ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പോലും ഇടയില്ലാത്ത രീതിയിലായിരുന്നു അന്നത്തെ ഒരു ക്രൗഡ് എന്ന് പറയുന്നത്, പ്രീ-ഡിഗ്രി കാലഘട്ടം. പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് സിനിമ എന്ന് പറയുന്ന സംഗതി ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നത് റോബിൻ സാർ പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ്. ആ നാടകങ്ങളിലൊക്കെ ഞാൻ സജീവമായി പ്രവർത്തിക്കുന്ന സമയത്താണ് റോബിൻ സാർ ഒരു സെൻ്റ് എടുത്ത് പറഞ്ഞത്, ഏത് മേഖലയിലാണോ നീ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക, അതിലൊന്നാമനാവുക. ഒരു കാർപ്പൻ്റർ ആണെങ്കിൽ ഏറ്റവും നല്ല കാർപ്പൻ്റർ ആവുക, ഒരു ടീച്ചറാണെങ്കിൽ ഏറ്റവും നല്ല ടീച്ചറാവുക. നൂറുകണക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഞാൻ ഇന്ന് ഓർത്തിരിക്കുന്ന, സാധാരണ സ്റ്റുഡൻസ് വന്ന് ചേരുമ്പോൾ ആ ട്യൂഷൻ ഫീസ് പറഞ്ഞ് അങ്ങോട്ട് അഡ്മിഷൻ നടക്കുകയാണ്. ഇന്ന ദിവസം ക്ലാസ് തുടങ്ങും, വരാൻ പറയും. എന്നാൽ റോഷൻ വരുമ്പോൾ ഒരു പ്രത്യേകത, റോഷൻ്റെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സിനിമയിൽ കണ്ട പോലെ തന്നെ ഒരു നല്ല തുടക്കം. എൻ്റെ അടുത്ത് അഡ്മിഷൻ ചോദിച്ച് വന്ന കുട്ടികളിൽ വളരെ അപൂർവം പേരെ ഞാൻ ഓർത്തിരിക്കുന്നുള്ളൂ. വരുന്ന പാടെ തന്നെ ഞാനുമായി ഒരു ഇൻ്റർവ്യൂ ആണ് റോഷൻ പറഞ്ഞു, ഞാൻ മറ്റൊരു സ്ഥലത്ത് ട്യൂഷന് പോയിരുന്നു, ഇംഗ്ലീഷ് ട്യൂഷന്. അപ്പോൾ എനിക്ക് അവിടെ വേണ്ടത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പോഴാണ് സാറിനെ കുറിച്ച് അറിഞ്ഞത്. എൻ്റെ ഡൗട്ട്സൊക്കെ, ഇംഗ്ലീഷ് വാക്കുകളിൽ വരുന്ന സംശയങ്ങളെല്ലാം സാറ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ചോദിക്കേണ്ടി വരില്ല, നിങ്ങളുടെ സംശയങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തന്നിരിക്കും, മീനിങ് ചോദിക്കേണ്ടി വരില്ല, മീനിങ് ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുക കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വരികയും. പിന്നെ എന്നും സിനിമയെക്കുറിച്ചുള്ള സംഭാഷണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും സിനിമയാണ്. മനസ്സും ആത്മാവും ശരീരവും മുഴുവൻ സിനിമ തന്നെ. ഇത്ര ഉയരത്തിലെത്തിയെന്നുള്ളതിൽ എനിക്ക് അത്ഭുതം തോന്നണില്ല. എത്തും. സെക്കൻഡ് ഇയർ പ്രീ-ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് തോന്നുന്നത്. അപ്പോൾ ഒരു 17 വയസ്സ് പ്രായം. അപ്പോൾ ഒരു ഏകാഭിനയ എന്ന് പറഞ്ഞ് രാമായണത്തിലെ ഒരു സന്ദർഭമാണെന്ന് ഓർക്കണം. രാവണൻ്റെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സിനിമാ നടൻ മുരളി അതുപോലൊരു സംഗതി ഡൽഹിയിലിടക്ക് ചെയ്തു എന്നാണ് ഈ കഴിഞ്ഞ ഇടക്ക്. അതുപോലൊന്ന് റോഷൻ ഒരു 17 വയസ്സ് പ്രായത്തിൽ എറണാകുളത്ത് സെൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ
ഓഡിറ്റോറിയത്തിലാണ് ഇത് നടത്തിയത്. ആ സമയത്ത് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചത് ഓർക്കണം ഞാൻ, ആ ചെറുപ്രായത്തിൽ. എനിക്ക് അത്ഭുതം തോന്നി. കാരണം അത്രയും സിനിമയോടും കലാരംഗത്തോടുള്ളൊരു താല്പര്യം ആ ചെറുപ്രായത്തിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടാൻ തന്നെ പറ്റുക. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇത് മനോജ്, നവാസ്, രാജു, പിന്നെ 2 സുഹൃത്തുക്കളുണ്ട്. മനോജ് പി എ ദോഹയിലാണ്. സജീർ ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ ഒരു ഗ്യാങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു കലാകാരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഓരോ സിനിമ ഇറങ്ങുമ്പോഴുള്ള സംവാദങ്ങൾ നടക്കുന്നതൊക്കെ ഇവരുടെ കൂടെയാണ്. 2 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് വഴക്കുകളും ബഹളങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് സിനിമ കാണാൻ ഒരുമിച്ച് പോകുമ്പോഴൊക്കെ. പണ്ട് ടിക്കറ്റ് കിട്ടാണ്ടൊക്കെ ഭയങ്കര വിഷമിക്കും. ഇപ്പോഴാണെങ്കിൽ ഇപ്പം ഞങ്ങളെല്ലാവരും പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ രാജു എപ്പോഴും പറഞ്ഞ ഡയലോഗുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം തിരക്കില്ലാതെ നടന്നു പോയി ടിക്കറ്റ് എടുത്ത് പോയി ജനത്തിരക്ക് കാണണം. കാരണം എത്രയോ ഇടി ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ. അതുകൊണ്ട് അത് ഫസ്റ്റ് ദിവസം അത് രാജുവിൻ്റെ ഏറ്റവും വലിയ മോഹമാണ്. അത് ഉദയനാണ് താരത്തിൻ്റെ സമയത്ത് 6 അല്ല 7 തവണയാണ് ഞങ്ങൾ ഒരുമിച്ച് പോയത്. തിരക്കിൻ്റെ ഇവിടെ കൂടി ഇപ്പോൾ രാജു 5 ടിക്കറ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്, എനിക്ക് ടിക്കറ്റ് ഉണ്ട് എന്ന രീതിയിലാണ് രാജു. ഓരോ സിനിമ ഇറങ്ങുമ്പോൾ വളരെ കറക്റ്റായിട്ട് വിമർശിക്കാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് സാധിക്കും. സൗഹൃദം, നല്ല സുഹൃത്തുക്കൾ എന്നും കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റാണെന്ന് എനിക്ക് തോന്നി. ഇത് ജി ബാബു ഗോപാൽ സെൻസ്, പാലക്കാടിലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നടക്കുന്ന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ബാബു. ഒരാളെന്നല്ല പറയേണ്ടത്, എൻ്റെ ഒരു ബ്രദറാണ്. എൻ്റെ നക്ഷത്രകണ്ഠം എന്ന് പറയുന്ന എൻ്റെ സീരിയലിൻ്റെ നിർമ്മാതാവായിട്ട് ബാബു വന്നു. മനോജ് എന്ന് പറയുന്ന എൻ്റെ നേരത്തെ സുഹൃത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മനോജാണ് ബാബുവിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഗൃഹലക്ഷ്മി ഫിലിംസിലെ PVG പോലെ, കാൾട്ടൺ ഫിലിംസിലെ കരുണാകരൻ ചേട്ടനെ പോലെ തന്നെ ബാബു ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നക്ഷത്രക എന്ന് പറഞ്ഞ സീരിയൽ അത്രയും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. ഒരു പ്രൊഡ്യൂസറിനപ്പുറം ഇന്നും ഞങ്ങളുടെ സൗഹൃദം ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ശരിക്കും എറണാകുളം GCDA എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ സൺഡേസും വന്നു കൂടുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ആദ്യമായിട്ടൊരു ടെലിഫിലിം ഞാൻ സംവിധാനം ചെയ്തപ്പോൾ ശ്രീ ബാബു, നവാസ്, ഈ 2 പേരും കൂടിയാണ് എൻ്റെ ആദ്യത്തെ ടെലിഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഏതൊരാളെ സംബന്ധിച്ചും സ്വന്തം കൂട്ടുകാർ അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പടങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ പോയിരുന്നതാണ് എപ്പോഴും ചായ അടിക്കലും ജ്യൂസ് അടിക്കലൊക്കെ. ഇപ്പോൾ അതെല്ലാം പലതും ഇപ്പോൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടിരിക്കുന്ന കാലമാണ്. ഇപ്പോൾ അവിടെ വന്നിരുന്നിട്ട് എനിക്ക് തോന്നുന്നത് എത്രയോ ആളുകളെ കമൻ്റ് അടിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്കൊരു കാര്യം അറിയുമെന്നറിയില്ല, നമ്മൾ ഉദയനാണ് താരത്തിൻ്റെ കഥ ഇവിടെ നിന്നിട്ടല്ലേ പറഞ്ഞത്. എല്ലാ സിനിമാ ചർച്ചകളും നടത്തുന്ന വൈകുന്നേരങ്ങളിൽ നമ്മുടെ മെയിൻ സ്ഥലം തന്നെ ആയിരുന്നല്ലോ. സിനിമ കണ്ട ശേഷം സിനിമയെക്കുറിച്ച് തർക്കിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊക്കെ അമ്മയാണ് സത്യം ഇടുന്ന പറയും, റോഷൻ സിനിമയാണ് സത്യം. സിനിമയാണ് ജീവിതം. മലയാള സിനിമ സത്യം എന്നേ പറയാറുള്ളൂ പുള്ളി. ഉദയനാണ് താരത്തിന്റെ കഥ നീ എഴുതിക്കൊണ്ടിരിക്കുമ്പം, ശ്രീനേട്ടനൊക്കെ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പം, നീ ഓരോ സംഭവങ്ങൾ പുതുതായിട്ട് കിട്ടുമ്പോൾ നീ വളരെ അതിശയത്തോടുകൂടി അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ അടുത്ത് വന്നിട്ട് അത് അവതരിപ്പിക്കുമായിരുന്നു. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഉദയനാണ് താരത്തിൻ്റെ ഓരോ സീൻ കഴിയും തോറും അതിൻ്റെ ഓരോ പുതിയ ഓരോ കഥയുടെ മാറ്റങ്ങൾ ഉണ്ടാകണം. കൂടുതൽ വന്ന് സംസാരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. കാരണം ഇവരൊന്നും കറക്റ്റ് അഭിപ്രായം പറയും. പരമ ബോറാണെങ്കിൽ അതെ തീർച്ചയായിട്ടും. മാത്രമല്ല ശ്രീനിയേട്ടൻ ഇവൻ കാണാൻ പോയ ഒരു വളരെ മനോഹരമായ ഒരു കഥയൊക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന, ഏറ്റവും കൂടുതൽ മിംഗ്ലിങ് ചെയ്യുന്നൊരു നടനാണ് ശ്രീനിയേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനിയേട്ടൻ ഞാനിവിടെ ശ്രീനിയേട്ടൻ്റെ കഥയുടെ ചർച്ച ഇരിക്കുന്ന സമയത്ത് ഒരു രാജു വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞ് അല്ലെ എനിക്കൊന്ന് പരിചയപ്പെടണം ശ്രീനിയേട്ടനെ എന്നാണ്. ഇവരൊക്കെ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി രാജു വന്നപ്പോൾ ഞങ്ങൾ കുറേശ്ശെ മദ്യം കഴിച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഒരു പെഗ് ബാലൻസ് ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ രാജു ശ്രീനിയേട്ടൻ പറഞ്ഞു റോഷൻ്റെ ഫ്രണ്ടിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതിങ്ങനെ ഒഴിച്ചു. അപ്പോൾ രാജു എന്നിട്ട് പറഞ്ഞു, ശ്രീനിയേട്ടാ ഇത് ഞാനങ്ങനെ പുറത്ത് പറയും, ഇത് പുറത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഞാൻ ശ്രീനിയേട്ടൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുന്നത്. അവിടുത്തെ ഉടനടി പുള്ളിയുടെ മറുപടി വന്ന് ഞാനും നിങ്ങളുടെ കൂടെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകത്താരും വിശ്വസിക്കില്ല എന്നുള്ളത്. അല്ല, വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലുള്ള പല പല മോഹങ്ങളുണ്ടായിരുന്നു, സിനിമ കലാപരമായിട്ട് മുന്നേറാനും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞങ്ങളൊക്കെ ജീവിത സാഹചര്യത്തിൽ പല സ്ഥലത്തിലൂടെയും പോയപ്പോഴും നീ അതൊന്നും കൈവിടാതെ പിടിച്ചുകൊണ്ട് അതെ അതെ വളരെ ആ മാർഗം നീ തിരഞ്ഞെടുത്ത് അതിലൂടെ തന്നെ നീ കയറി. ഇത് ഞാൻ പഠിച്ച കോളേജ്, ഞങ്ങൾ ഇവിടെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊച്ചിൻ കോളേജ്, ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കൊച്ചിൻ കോളേജാണ്. ഒരുപക്ഷെ ബോർഡിംഗ് ലൈഫ്, തൃശ്ശൂരിലെ ബോർഡിംഗ് ലൈഫ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കോളേജ് ലൈഫ് തുടങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ടാണ് നാടകങ്ങളും കാര്യങ്ങളും. ഇവിടെ ഒരു സ്റ്റേജ്, ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ ആയിരുന്നു. ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ആദ്യത്തെ നാടകം ഇരാവൻ നല്ല നാടകം കളിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്രൈസും ബെസ്റ്റ് ആക്ടറായിരുന്നു ആ നാടകത്തിൽ. സെക്കൻഡ് ഇയറിലും നാടകം ഉണ്ടായിരുന്നു, ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന നാടകം. പിന്നെ അനുഭവം എന്ന് പറയാനായിട്ട് ഇപ്പോൾ വളരെ രസകരമായി തോന്നുന്നത്
ഇവിടെ പഠിച്ച മുൻ ആളുടെ പേര് പറയുന്നില്ല, അദ്ദേഹം ഇപ്പോൾ ഒരു സംവിധായകനാണ്. അവരുടെ ഒരു പ്രോഗ്രാം, അവരൊരു മിമിക്രി കാണിക്കാനായിട്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ 3-ാം ദിവസം ഞങ്ങൾ മിമിക്രി കാണിക്കണം. അപ്പോൾ ഇവരുടെ പ്രോഗ്രാം കൊള്ളാമേ ഞങ്ങളുടെ പരിപാടി നന്നാവുള്ളൂ. അതുകൊണ്ട് ആ പരിപാടി കൂവാനായിട്ട് ഞങ്ങൾ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല, അന്ന് ഓഡിറ്റോറിയം ആയിരുന്നു. ഓഡിറ്റോറിയം ഉണ്ടായ ശേഷം ഭയങ്കര എക്കോ വന്നു. അതുകൊണ്ട് ആ പ്രോഗ്രാം ഞങ്ങൾ കൂവേണ്ടി വന്നില്ല. എക്കോ കാരണം ആ പ്രോഗ്രാം കുളമായിപ്പോയി, പിള്ളേർ തന്നെ പോയി. അത് തന്നെ അതിനുശേഷം പിന്നെ ആ ഓഡിറ്റോറിയത്തിൽ വെക്കാതെ ഞങ്ങൾ പുറത്ത് ഞങ്ങൾ ഈ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഒരു ഉച്ച സമയത്തേക്ക് വന്നാൽ നിറയെ സുന്ദരികൾ ഈ പല പല സ്ഥലങ്ങളിലും നടക്കുന്നതാണ്. എല്ലാ ആൾക്കാരെ പോലെ കോളേജിൽ പഠിക്കുമ്പോഴും പ്രണയം ഉണ്ടായിട്ടുണ്ട്. പ്രണയം ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ കോളേജിൽ. പക്ഷേ പ്രണയം പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. കാരണം ബോർഡിങ്ങിൽ അച്ഛന്മാരുടെ ശിക്ഷണത്തിൽ പഠിച്ചു വന്നൊരു സ്റ്റുഡൻ്റായിരുന്നു ഞാൻ. അപ്പോൾ മിക്സഡ് സ്കൂളിലല്ല ഞാൻ പഠിച്ചത്, ബോർഡിങ്ങിൽ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലൊരു കുട്ടിയോട് പ്രണയം തോന്നിയതാണ്. പക്ഷേ അതെപ്പോഴും ഒരു നോട്ടത്തിൽ അവസാനിക്കുന്ന പ്രണയമായിരുന്നു. നോട്ടം നോക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ എപ്പോഴും ആ കുട്ടി എന്നെയും പ്രണയിച്ചിട്ടായിട്ട് എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോളേജ് തീരുന്ന ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ തന്നെ പരസ്പരം അറിയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് ബൈക്കിന് പോണ സമയത്ത് ഈ പെൺകുട്ടി ഒരു കൊച്ചിനെ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണേ ഞാൻ കണ്ടു. അപ്പോൾ ഉടനടി ഞാൻ ബൈക്ക് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്താ റോഷൻ എന്താ ഇവിടെ? അപ്പോൾ ഞാൻ ഇങ്ങനെ വഴി കൂടി പോകണത്. അപ്പോൾ കണ്ടപ്പോൾ ഇതാരെന്ന് വെച്ചപ്പോൾ എൻ്റെ കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ 4 വർഷത്തിന് ശേഷം അങ്ങനെയാണ് സംഭവിച്ചു. പെണ്ണുങ്ങൾക്കുള്ള മാറ്റവും കോളേജിൻ്റെ പ്രണയത്തിനൊക്കെ അത്രേ ആയുസ്സുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഉദയനാണ് താരത്തിൽ ഉദയഭാനു താമസിക്കുന്ന വീട്. ഇവിടെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇവിടെ കാരണം കുറേ കാലം ഇതിൽ കൂടി നടന്ന് കണ്ടുവരുന്നൊരു വീടായിരുന്നു. ഉദയഭാനുവിൻ്റെ സ്വപ്നങ്ങളെല്ലാം പേറിയ സ്ഥലം. ഉദയനാണ് താരത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് തുടങ്ങുന്നത്. ഫസ്റ്റ് ഷോട്ട് മീൻസ് ഉദയഭാനുവിനെ കാണിക്കുന്ന സ്ഥലം ഇത് തന്നെ.